നിങ്ങൾക്ക് ശരിക്കും എന്താണ് തോന്നുന്നത്? ഒരു സ്പൈ എന്ന് പറയുന്ന ഒരാൾ, അതായത് ഒരു സീക്രട്ട് സർവീസിൻ്റെ ഒരു അണ്ടർ കവർ ഏജൻറ്റ്, CIA മൊസാഡിൻ്റെ ഒക്കെ ഒരു ഏജൻറ്റ് എങ്ങനെയായിരിക്കും ശരിക്കും? നമ്മുടെ ജെയിംസ് ബോണ്ടും ഈത്തൻ ഹണ്ടിനൊക്കെ പോലെ കുറേ ഫാൻസി ഐറ്റംസ്, ബോംബ് പൊട്ടുന്ന വാച്ച്, തനിയെ ഓടുന്ന കാറ്, കുറേ ചിക്സ്, അങ്ങനെ ഒരു ലക്ഷറി ലൈഫ് ആയിരിക്കുമോ? അല്ലെങ്കിൽ കുറേ ഉത്തരവാദിത്വമൊക്കെ ഉള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ 10 പേരുടെ അനുവാദമൊക്കെ മേടിച്ച് കുറേ പേപ്പർ വർക്ക് ചെയ്ത് അങ്ങനെ ആയിരിക്കും ഒരു ശരിക്കുള്ള ഒരു ഏജൻറ്റ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ശരിക്കൊരു സ്പൈ ആയിട്ടുള്ള ഒരാൾ ഒരു കാറൊക്കെ എടുത്ത് ടൗണിൻ്റെ നടുക്കി കൂടെ പോയി വില്ലന്മാരെയൊക്കെ വെടിവെച്ച് ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് പോകുന്നു? സീക്രട്ട് സർവീസ് എന്ന് വിളിക്കുന്നത് തന്നെ അതിനല്ലേ, സീക്രട്ടാക്കി കാര്യങ്ങൾ ചെയ്യാനല്ലേ? അല്ല, അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ ഈ ഷോ ഒക്കെ ചെയ്യുമോ? ആരെങ്കിലും ഒരാൾ ഇതൊക്കെ ഒന്ന് മൊബൈലിൽ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഐഡൻറ്റിറ്റിയൊക്കെ എല്ലാവർക്കും മനസ്സിലാവില്ലേ? അപ്പോൾ എനിക്ക് പേഴ്സണലി ഇങ്ങനെ റൂട്ടഡ് ആയിട്ടുള്ള ഈ സ്പൈസിൻ്റെയും സീക്രട്ട് ഏജൻസിൻ്റെ ഒക്കെ സ്റ്റോറി കാണാനാണ് താല്പര്യം. അങ്ങനെയാണ് ഞാൻ ഈ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു സീരീസ് കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത കാസ്റ്റൊക്കെയാണ്. മൈക്കിൾ ഫാസ്ബെൻഡറും റിച്ചാർഡ് ഗീറൊക്കെ ഉണ്ട് ഈ സീരീസിൽ. ഞാൻ ഈ സീരീസിനെ കുറിച്ചുള്ള ഒരു പ്രൊമോഷനോ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ചുമ്മാ ആ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ കണ്ടു തുടങ്ങിയതാണ്. CIA ഒരു അണ്ടർ കവർ ഏജന്റ് ആയിട്ടാണ് മൈക്കിൾ ഫാസ്ബെൻഡറിന്റെ ആ ഒരു ക്യാരക്ടർ വരുന്നത്. ലണ്ടനിലുള്ള CIA ഓഫീസിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളീനെ ഒരു മിഷൻ അവർ പിൻവലിക്കുകയാണ്, എന്നിട്ട് പുതിയൊരു മിഷൻ നൽകുകയാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ കുറെ കളികളുണ്ട്, ജിയോ പൊളിറ്റിക്സിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ശരിക്കും ഒരു മിഷൻ എങ്ങനെയായിരിക്കും ചെയ്യുക, അതൊരു 100% ബിലീവബിൾ ഒന്നും അല്ലെങ്കിലും ഒരു 90% ശരിക്കും എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ചുമ്മാ ഒരാൾക്ക് പോയിട്ട് എല്ലാവരും വെടിവെച്ചിട്ടിട്ട് വരാനൊക്കെ ഈ ജെയിംസ് ബോണ്ട് പോലത്തെ സിനിമയിലൊക്കെ പറ്റുള്ളൂ. ശരിക്കും ഒരു മിഷൻ എങ്ങനെയായിരിക്കും ഇവരൊക്കെ ചെയ്യുക എന്ന് നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. അത്രയും ക്ഷമ വേണം. കാരണം 1 കൊല്ലം 2 കൊല്ലമൊക്കെയാണ് ഒരാൾ അണ്ടർ കവർ ആയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് താമസിക്കുന്നത്. എന്തിന്? ചെറിയൊരു മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ ആ ഒരു ഡെഡിക്കേഷനൊക്കെ നമ്മൾ ഈ ജെയിംസ് ബോണ്ട് സിനിമകൾ പോലത്തെ സിനിമകൾ കണ്ടാലൊന്നും കിട്ടില്ല. ഒരു ദിവസം പോയിട്ട് മിഷനൊക്കെ തീർത്തിട്ട് വരലൊക്കെ ഈ അങ്ങനത്തെ സിനിമയിലേ നടക്കുള്ളൂ. 10 എപ്പിസോഡുകളുണ്ട് ഫസ്റ്റ് സീസണിൽ. സെക്കൻഡ് സീസൺ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏജൻസി എന്നാണ് സീരീസിന്റെ പേര്. ഈ സ്പൈ ത്രില്ലേഴ്സ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല ഈ സീരീസ്. കണ്ടിട്ട് അഭിപ്രായം കമന്റ് ചെയ്യും.